കായിക വാർത്തകൾ അതിവേഗമറിയാം. ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യം ബാറ്റ് ചെയ്ത മഹാരാഷ്ട്രയുടെ മുൻനിര തകർത്ത് കേരളം. 5 വിക്കറ്റുകൾ നഷ്ടമായി. പുറത്തായ 4 പേരും മടങ്ങിയത് റണ്ണെടുക്കാനാവാതെ. MD നിതീഷ് 3ഉം NP ബേസിൽ 2 വിക്കറ്റും വീഴ്ത്തി. ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞപ്പോൾ മഹാരാഷ്ട്ര 5 വിക്കറ്റ് നഷ്ടത്തിൽ 81 റൺസിൽ. 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടി ഖത്തർ. യോഗ്യതാ മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ UAE കീഴടക്കി. ഖത്തറിന്റെ ജയം 1-2 ഗോളുകൾക്ക്. ലോകകപ്പ് യോഗ്യത നേടി സൗദി അറേബ്യയും. ഇറാഖുമായി നടന്ന മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞതോടെയാണ് സൗദി യോഗ്യത ഉറപ്പിച്ചത്. ഇറാഖ് ലോകകപ്പ് യോഗ്യത നേടാനാകാതെ പുറത്ത്. സൗദി ലോകകപ്പിലേക്ക് എത്തുന്നത് തുടർച്ചയായി 3ാം തവണ. യൂറോപ്പിലെ ലോകകപ്പ് യോഗ്യതാ പോരാട്ടങ്ങൾ തുടരുന്നു. ഗ്രൂപ്പ് കെയിൽ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് ലാത്വിയയെ തകർത്ത് ഇംഗ്ലണ്ട് ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ചു. ഹാരി കെയ്ൻ ഇരട്ട ഗോളുകൾ നേടി. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് ഹംഗറി. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. പോർച്ചുഗലിനായി ഇരട്ട ഗോളുകൾ നേടി ക്രിസ്ത്യാനോ റൊണാൾഡോ. യൂറോപ്പിലെ യോഗ്യതാ റൗണ്ടിൽ ഗ്രൂപ്പ് ഐയിൽ ഇസ്രായേലിനെ തറപറ്റിച്ച് ഇറ്റലി. ജയം എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. ബൾഗേറിയയെ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് തോൽപ്പിച്ച് സ്പെയിൻ. പോർട്ടോറിക്കെതിരായ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വമ്പൻ ജയം. എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് അർജന്റീന ജയിച്ചത്. അലക്സിസ് മക്കലിസ്റ്റർ, ലൗതാരോ മാർട്ടിനസ് എന്നിവർ ഇരട്ട ഗോളുകൾ നേടി. ഗോൺസാലോ മോണ്ടിയാലും ഗോളടിച്ചു. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ ബ്രസീലിനെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ജപ്പാൻ. 26ാം മിനിറ്റിൽ പൗലോ ഹെൻറിക്കയിലൂടെ ബ്രസീലാണ് ആദ്യം ഗോൾ നേടിയത്. തൊട്ടു പിന്നാലെ മാർട്ടിനെല്ലി ലീഡ് ഉയർത്തി. 2ാം പകുതിയിൽ മിനിമിനോ, നക്കാമുറ, അയാസോ ഉയേദ എന്നിവർ ജപ്പാനായി ഗോളുകൾ തിരിച്ചടിച്ചു. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇംഗ്ലണ്ട് പാകിസ്ഥാനെ നേരിടും. കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3 മണിക്ക് മത്സരം. മത്സരത്തിന് ഭീഷണിയായി കൊളംബോയിലെ കനത്ത മഴ. വനിതാ ഏകദിന ലോകകപ്പിലെ ശ്രീലങ്ക ന്യൂസിലാൻഡ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. കൊളംബോയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 258 റൺസ് എടുത്തപ്പോഴാണ് മഴ വില്ലനായി എത്തിയത്. ന്യൂസിലാൻഡിന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങാനായില്ല. ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം പങ്കുവച്ചു. ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ റൗണ്ടിൽ കടക്കാനുള്ള ഇന്ത്യയുടെ മോഹങ്ങൾക്ക് തിരിച്ചടി. സിംഗപ്പൂരിനെതിരായ നിർണായക ഹോം മത്സരത്തിൽ ലീഡെടുത്ത ശേഷം ഇന്ത്യ പരാജയപ്പെട്ടു. 1-2 ഗോളുകൾക്കായിരുന്നു ഇന്ത്യയുടെ തോൽവി. 4 കളികളിൽ നിന്ന് 2 പോയിന്റ് മാത്രമുള്ള ഇന്ത്യ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത്. സുൽത്താൻ ഓഫ് ജോഹർ കപ്പ് ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം 3 ഗോളുകൾ വീതം നേടി സമനിലയിൽ. 2 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം തിരിച്ചടിച്ചാണ് ഇന്ത്യ സമനില നേടിയത്. മത്സരത്തിന്റെ തുടക്കത്തിൽ ഇരു ടീമിലെയും കളിക്കാർ പരസ്പരം ഐ-ഫൈ കൈമാറി. 61ാമത് സംസ്ഥാന സീനിയർ ഫുട്ബോളിന് എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ തുടക്കം. 21 വരെയാണ് നോക്കൌട്ട് അടിസ്ഥാനത്തിൽ ചാമ്പ്യൻഷിപ്പ് നടക്കുക. കേരള ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്.